ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കഴിഞ്ഞ മത്സരത്തിൽ ഇന്റർ കാശിയോട് ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. ആ മത്സരത്തിൽ 5 ഡിഫൻഡർമാരെ ഡേവിഡ് കാറ്റല നിയോഗിച്ചിരുന്നു. പക്ഷേ അത് ഫലം കണ്ടില്ല, തോൽക്കുകയാണ് ചെയ്യേണ്ടി വന്നിട്ടുള്ളത്. ഇതേക്കുറിച്ച് ഡേവിഡ് കാറ്റല മത്സരശേഷം സംസാരിക്കുകയും ചെയ്തു. ഫോർമേഷൻ മാറ്റിയത് തിരിച്ചടിയായി, തൻ്റെ യഥാർത്ഥ ഫോർമേഷനിൽ തന്നെ താൻ തുടരണമായിരുന്നു എന്നാണ് കാറ്റല പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, ഇനിയുള്ള മത്സരങ്ങളിൽ ആക്രമണത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അതായത് ഫൈനൽ തേർഡിലേക്ക് പന്തുകൾ എത്തുന്നില്ല, അതുകൊണ്ട് തന്നെ ആക്രമണം കുറച്ചുകൂടി സ്ട്രോങ് ആക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നായിരുന്നു ഡേവിഡ് കാറ്റല പറഞ്ഞിരുന്നത്. പക്ഷേ ആ നിലപാടിൽ നിന്നും അദ്ദേഹം ഇപ്പോൾ പിൻവാങ്ങി എന്നാണ് ഇന്നത്തെ പ്രസ് കോൺഫറൻസിൽ നിന്നും മനസ്സിലാകുന്നത്. അതായത് ഡിഫൻസ് ശക്തിപ്പെടുത്തുന്നതിനെ കുറിച്ചാണ് ഇന്ന് അദ്ദേഹം സംസാരിച്ചിട്ടുള്ളത്. ഗോളുകൾ എങ്ങനെയെങ്കിലും വന്നുകൊള്ളും, ഡിഫൻസ് ശക്തിപ്പെടുത്തേണ്ടതുണ്ട് എന്നാണ് ഇന്നത്തെ പ്രസ് കോൺഫറൻസിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. കാറ്റലയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: മുന്നേറ്റ നിരയിൽ എങ്ങനെയെങ്കിലും ഗോളുകൾ വന്നോളും, പക്ഷേ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ ഡിഫൻസിന്റെ ശക്തി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അതായത് ഡിഫൻസ് സ്ട്രോങ് ആവണം, അതിൽ ഞങ്ങൾ ഇംപ്രൂവ് ആവേണ്ടതുണ്ട്, ഞങ്ങൾ ഒരു കോമ്പാക്റ്റ് ടീമായി മാറേണ്ടതുണ്ട്. ഇതാണ് ഡേവിഡ് കാറ്റല പറഞ്ഞിട്ടുള്ളത്. ഏതായാലും നാളത്തെ ചെന്നൈയിൻ എഫ്സിക്കെതിരെയുള്ള മത്സരത്തിൽ അദ്ദേഹം ഡിഫൻസിന് പ്രാധാന്യം നൽകുമോ അതല്ലെങ്കിൽ അറ്റാക്കിങ്ങിന് പ്രാധാന്യം നൽകുമോ എന്നുള്ളതൊന്നും വ്യക്തമല്ല. ഡിഫൻസ് ശക്തിപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചാണ് അദ്ദേഹം ഇന്ന് സംസാരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഒമർ ബായെ ബ്ലാസ്റ്റേഴ്സ് ഒഴിവാക്കിയിട്ടുള്ളത്. പകരം എൻഡിയായ ഫാളു എന്ന ഒരു വിദേശ താരത്തെ ക്ലബ്ബ് കൊണ്ടുവന്നിട്ടുണ്ട്. നാളത്തെ മത്സരത്തിൽ അദ്ദേഹം സെന്റർ ബാക്ക് പൊസിഷനിൽ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം.